Shri P.V. Shaji Sir, Principal Shri Krishnamurthy M, Thrissur Jilla Panchayat Chair Division Member Shri Vinod C.K, Chair Block Venganeshwari Division Member Shri Pradeep Banaparambil, Vice Principal Mrs. Bindu K.V, Treasurer Advocate K.S. Raghunathan, Joint Secretary Engineer M.K. Shivadasan, Shri Anish T.A. നാട്ടുതരംഗയുടെ ഈ നിറമാർന്ന വേദിയിൽ ഉദ്ഘാടന പ്രസംഗത്തിനായി സ്നേഹാദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട ശ്രീ P.V. ഷാജി സാർ, മാനേജർ സെക്രട്ടറി, ശ്രീ കൃഷ്ണമൂർത്തി M, പ്രിൻസിപ്പൽ സാർ, അഡ്വക്കേറ്റ് K.B. ഹരിദാസ്, വൈസ് ചെയർമാൻ, ബിന്ദു K.V, വൈസ് പ്രിൻസിപ്പൽ, C.K. വിനോദ്, തൃശ്ശൂർ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് മെമ്പർ, പ്രദീപ് പാണമ്പറമ്പിൽ, ചെയർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, M.K. ശിവദാസൻ, ജോയിൻറ്റ് സെക്രട്ടറി, പിന്നെ വേദിയിലിരിക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട മറ്റ് വിശിഷ്ട അംഗങ്ങൾ, സർവോപരി എനിക്ക് മുന്നിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർ, കുട്ടികൾ. ആക്ച്വലി ഞാനിവിടേക്ക് വരുമ്പോൾ ഇത് എൻ്റെ സ്ഥലമാണ്, എൻ്റെ നാടാണ്. ഞാനിവിടെ പഠിച്ചിട്ടില്ലെങ്കിലും ഇത് എൻ്റെ സ്കൂളാണ്, എൻ്റെ കുട്ടികളാണ്. എനിക്ക് അറിയാവുന്ന ഒരുപാട് മുഖങ്ങൾ എനിക്ക് മുന്നിൽ നിൽക്കുന്നു, ഇരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു സന്തോഷത്തിലാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അതിനേക്കാൾ ഉപരി ഞാനിവിടെ കയറി വന്നപ്പോൾ ഇവിടെ എല്ലാവരും ഗ്രീറ്റ് ചെയ്യുന്നത് നമസ്തേ ബി ഹാപ്പി, അല്ലേ? നമസ്തേ ബി ഹാപ്പി എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിഷ് ചെയ്യുന്നതും ഗ്രീറ്റ് ചെയ്യുന്നതും. ഞാനത് കേട്ടപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം തോന്നി. എന്തുകൊണ്ടായിരിക്കാം ആ സന്തോഷം എനിക്ക് തോന്നിയത്? ആർക്കെങ്കിലും ഇവിടെ പറയാൻ പറ്റുമോ? സ്പെഷ്യലി കുട്ടികൾ, എന്തുകൊണ്ടായിരിക്കും ബി ഹാപ്പി? അതൊക്കെ എന്തുകൊണ്ടായിരിക്കും? ഞാൻ ബിഗ് ബോസിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാലത്ത് മോർണിംഗ് സോങ് വരുമ്പോൾ ഒരു കാര്യം പറയുമായിരുന്നു. എന്താ? യെസ്, അതെന്ത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റി. കാരണം ഞാനൊരു ദിവസം തുടങ്ങുന്നത് സുപ്രഭാതം പറഞ്ഞുകൊണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കയറി വന്നപ്പോൾ നമസ്തേ ബി ഹാപ്പി എന്ന് പറഞ്ഞപ്പോൾ അതൊരു മാറ്റാണ്, അല്ലേ? എനിക്ക് ബിഗ് ബോസിൽ ഇത്രത്തോളം ആരാധകരും ഇത്രത്തോളം ഒരു ഓളം ഉണ്ടാക്കി തന്നിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സുപ്രഭാതം, ബിഗ് ബോസ് സുപ്രഭാതം എന്ന് പറയുന്ന ഒരൊറ്റ വാക്കാണ്. ആ ഒരൊറ്റ വാക്കുകൊണ്ട് അനേകായിരം അല്ലെങ്കിൽ അനേക ലക്ഷം ആളുകളിലേക്ക് കയറാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. അപ്പം അതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ നാടാണ്. ഞാൻ പറഞ്ഞ പോലെ എൻ്റെ നാടാണ്. ഇവിടേക്ക് ഈ ഗ്രൗണ്ടിലേക്കൊക്കെ ഞാൻ പലപ്പോഴും വന്നിട്ടുണ്ട്. എൻ്റെ അനിയനൊരു ക്രിക്കറ്ററാണ്, അപ്പോൾ അവൻ്റെ കൂടെ ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ സ്കൂളുമായിട്ട് ഒരുപാട് പരിചയമുണ്ട്. ഇനി എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ലൈഫ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ഒരു സ്റ്റേജിലേക്ക് കയറുന്നത് 3ാം ക്ലാസ്സിൽ വെച്ചിട്ടാണ്. 3ാം ക്ലാസ്സിൽ ഒരു പാട്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് കയറുന്നത്. അപ്പോൾ പാട്ട് പാടാനൊന്നും എനിക്ക് ഒട്ടും അറിയില്ല. എങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രാം വരുമ്പോൾ എനിക്കും കയറണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു പണ്ട് മുതലേ എനിക്കുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് പാട്ട് പാടില്ലെങ്കിലും ഗ്രൂപ്പ് സോങ്ങിന് ഒരു ഗ്രൂപ്പ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു കുട്ടിക്ക് പനി വന്നപ്പോൾ ആ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിലേക്ക് കയറുന്നത് കോടന്നൂർ സ്കൂളിൽ ഗ്രൂപ്പ് സോങ് തുടങ്ങിയിട്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ബാക്കിയുള്ള 6 പേരായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. 5 പേരും ഒരേ താളത്തിൽ ഒരേ ടെമ്പോയിൽ ഇങ്ങനെ പാടുമ്പോൾ ഞാൻ മാത്രം വേറെ ഏതോ ലെവലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അട്ടർ ഫ്ലോപ്പ് ആവാന്നൊക്കെ പറയില്ലേ, അങ്ങനെയായിരുന്നു ആ ഒരു ഗ്രൂപ്പ് സോങ് അവസാനിച്ചത്. പക്ഷേ അതിലും ഞാൻ തളർന്നില്ല.
പിന്നെ വരുന്ന ഓരോ അവസരവും നമ്മൾ ആനുവൽ ഡേ, ഇന്നിവിടെ ആനുവൽ ഡേ നടക്കാണ്. ഭൂരിഭാഗം പിള്ളേരും കുട്ടികളും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനൊക്കെ ഇങ്ങനെ ആനുവൽ ഡേ വരാനായിട്ട് കാത്തിരിക്കും. എൻ്റെ മലയാളത്തിൻ്റെതായിട്ടുള്ള കഥ, കവിത, അല്ലെങ്കിൽ സ്പീച്ച്, അങ്ങനെ എന്തൊക്കെ പരിപാടികളുണ്ടോ അതൊക്കെ പങ്കെടുക്കാനായിട്ട് ശ്രമിക്കും. ഇപ്പം നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ ഒരു 10ാം ക്ലാസ്സൊക്കെ ആവുന്ന ഒരു സമയം വരെ നമ്മൾ, എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ എല്ലാ പരിപാടികളിലും പങ്കെടുക്കണം. ഒരൊറ്റ പരിപാടി പോലും വിടരുത്. അതിപ്പോൾ ആനുവൽ ഡേ ആയാലും കലയായാലും കായികം മീൻസ് ഓട്ടം, ചാട്ടം, ഇതൊക്കെ നമ്മൾ സകലത്ര പരിപാടികളിലും നമ്മൾ പങ്കെടുക്കണം. ആ പങ്കെടുത്താൽ മാത്രമാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള കഴിവ് എവിടെയാണ് ഇരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അവരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഇനിയും ഒരുപാട് വിജയങ്ങളും നേട്ടങ്ങളും കൈവരിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. 1000 നന്ദിയോടെ. വാക്കാണ് ആ ഒരൊറ്റ വാക്കുകൊണ്ട് അനേകായിരം അല്ലെങ്കിൽ അനേക ലക്ഷം ആളുകളിലേക്ക് കയറാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. അപ്പൊ അതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. താങ്ക് യു സോ മച്ച്. എനിക്ക് ആ ഡയലോഗ് അറിയോ? പറയുന്നുണ്ടോ? നമുക്ക് ഒരുമിച്ച് പറയാം. ഓക്കെ, ഏതാ? കഴുകട. അത് കുറച്ച് ടഫായിട്ടുള്ള കാര്യമാണ്. എന്തായാലും ഞാൻ ഈ കണ്ണടച്ച് കിടക്കണത് എന്ന് പറഞ്ഞ ഈ ഡയലോഗ് എനിക്ക് ബിഗ് ബോസിന്റെ ഉള്ളിലുണ്ടായിരുന്ന സമയത്ത് ഇത് ഇത്രമാത്രം വൈറലാണ് ഈ ഡയലോഗ് എന്ന് എനിക്ക് സത്യമായിട്ട് അറിയണ്ടായിരുന്നില്ല. ഞാൻ പുറത്തിറങ്ങിയപ്പോഴാണ് ഇതിന്റെ ഒരു എന്താ പറയാ, ഇതിന്റെ ഒരു തീവ്രത മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഒക്കെ ഒരു സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് ആളുകൾ ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. അങ്ങനെ അതും സംഭവിച്ചു. നമ്മൾ ഈ സ്റ്റേജ് ഷോകളൊക്കെ TV കാണുമ്പോൾ നമ്മൾ വിചാരിക്കാറുണ്ട്, എത്ര സുന്ദരമായിട്ടാണ്, എത്ര നന്നായിട്ടാണ് പല ആളുകളുടെയും സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ ആലോചിക്കാറുണ്ട്. അതേപോലെ ബിഗ് ബോസിൽ പോയപ്പോൾ എൻ്റെ സൗണ്ടും ഇമിറ്റേറ്റ് ചെയ്യാനും ഈവൻ എൻ്റെ നടത്തം പോലും ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് ആളുകൾ ഉണ്ടായെന്ന് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും ഇപ്പോ ഗൗതം ആ ഡയലോഗ് പറ. ഞാൻ ധൈര്യമായിട്ട് പറ. കണ്ണടച്ച് കിടക്കണ ഞാൻ കണ്ടു. ആ ഒരു ആക്ഷൻ കാണിച്ചു പറ. ഞാൻ പിടിച്ച ആക്ഷൻ കാണിച്ചിട്ട് ഇങ്ങനെയല്ല പറയാം. കണ്ണടച്ച് കിടക്കണ ഞാൻ കണ്ടു. ഓഡിയൻസ് നോക്കിയിട്ട് കണ്ണടച്ച് കിടക്കണ ഞാൻ കണ്ടു. ശരി, താങ്ക് യു സോ മച്ച്. പക്ഷെ ഞാൻ ഇങ്ങനെയല്ല പറഞ്ഞു, ഞാൻ കുറച്ച് ഇങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ ഏതാ? പാത്രം കഴുകാനോ? ശരി, അതെന്ന് എനിക്കറിയോ? അയ്യോ, ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ മൂഡിലാവില്ല. അതാണ് എനിക്ക് പറയണിച്ച പറഞ്ഞു. ശരി, അപ്പൊ ഗൗതം താങ്ക് യു സോ മച്ച്. അപ്പൊ ശ്രീജ ടീച്ചറോട് പ്രത്യേകം എന്റെ അന്വേഷണം പറയണം കേട്ടോ. ശരി, അപ്പൊ എന്തായാലും ഒരുപാട്